ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചേച്ചിയുടെ കൂട്ടുകാരി എന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ. സ്മിത ചേച്ചി കുളിക്കാൻ പോയിട്ട് കുറേ നേരമായി. ഞാൻ കട്ടിലിൽ തന്നെ ഇരിക്കുകയായിരുന്നു. സ്മിത ചേച്ചി വരുന്നതും കാത്ത് ആ ഒരു വാതിലിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ചേച്ചി വന്നത്. എടാ, നീ ഇവിടെ കിടന്നാൽ ശരിയാവത്തില്ല. ഇന്ന് അവൾ ഇവിടെ കിടന്നോട്ടെ. സ്മിത ഇന്ന് ആദ്യമായിട്ട് വന്നതല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തെ റൂമിൽ പോയി കിടന്നോ എന്ന് പറയുമ്പോൾ എൻ്റെ റൂം വിട്ട് എനിക്ക് പുറത്ത് പോയി കിടക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന്. എടാ, ഈ റൂമിൽ മാത്രമേ ഉള്ളൂ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടൊരു കാര്യം ചെയ്യട്ടെ, സ്മിത എവിടെ കിടക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, നേരെ അപ്പുറത്ത് പോയി കിടക്ക്. അവിടെയാണെന്നുണ്ടെങ്കിൽ കായലിൽ നിന്നുള്ള കാറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വീശുന്നില്ലേ. നിനക്കാണെന്നുണ്ടെങ്കിൽ കാറ്റും കൊണ്ട് കിടക്കാലോ, അതല്ലേ നിനക്കും ഇഷ്ടം എന്ന് ചേച്ചി പറയുന്ന സമയത്ത് എനിക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ ആ ഒരു കട്ടിൽ നിന്ന് എഴുന്നേറ്റില്ല. അങ്ങനെ കുറെ കഴിഞ്ഞ സമയത്ത് സ്മിത ചേച്ചി കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. സ്മിത ചേച്ചി പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് ഞാൻ സ്മിത ചേച്ചിയെ തന്നെ നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി എന്നെ ഒന്ന് ശകാരിച്ചു. ഷിജിൻ, ഞാൻ പറഞ്ഞല്ലേ നീ പുറത്തു പോ. പെട്ടെന്ന് സ്മിത ചേച്ചി ഞങ്ങൾ രണ്ടുപേരുടെയും അടുത്തേക്ക് വന്നു. ശേഷം എൻ്റെ അടുത്തായിട്ട് ചോദിച്ചു, എന്താ എന്താ പ്രശ്നം രണ്ടുപേർക്കും എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനാണ് മറുപടി പറഞ്ഞത്. ആ സമയത്ത് എനിക്കിവിടെ കിടക്കണം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിർത്തിയ സമയത്ത് തന്നെ സ്മിത ചേച്ചി മറുപടി തന്നു, അവൻ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ കിടന്നോട്ടെ, കുഴപ്പമില്ലല്ലോ, കുട്ടിയല്ലേ അവൻ ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്ന സമയത്ത് എൻ്റെ ചേച്ചിക്ക് അതൊട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കയ്യിലൊന്ന് കയറി പിടിച്ച് വലിച്ചെടുത്തു. എടി, അവനിവിടെ കിടന്നോട്ടെ, അവൻ കുട്ടിയല്ലേ, ഒന്നെങ്കിൽ ആ ഒരു മെത്തയോ കാര്യങ്ങളോ അങ്ങനെ വിരിച്ചാൽ മതിയല്ലോ എന്നൊക്കെ സ്മിത ചേച്ചി പറയുമ്പോഴും എൻ്റെ ചേച്ചി അതും കേൾക്കുന്നുണ്ടായിരുന്നില്ല. നീ വന്നേ, നിനക്ക് റൂം റെഡിയാക്കിയിട്ടുണ്ട്, അവിടെ വന്ന് കിടന്നാൽ മതി, ഇവിടെ അങ്ങനെ കിടക്കുകയൊന്നും വേണ്ട, സ്മിത ഇവിടെ കിടന്നോളും എന്ന് വളരെ ശകാരത്തോടു കൂടി എൻ്റെ ചേച്ചി അത് എന്നോട് പറയുന്ന സമയത്ത് സ്മിത ചേച്ചി എന്നെ ദയനീയമായിട്ട് നോക്കി. പോട്ടർകുട്ട എന്നായിരുന്നു ആ ഒരു നോട്ടത്തിൻ്റെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാൻ പതുക്കെ എഴുന്നേറ്റു. അപ്പോൾ സ്മിത ചേച്ചി എൻ്റെ പിന്നിൽ വന്നിട്ട് ഒന്ന് തടവിയിട്ട് പറഞ്ഞു, പോയി കിടന്നുറങ്ങട്ടോ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായി, ഓ ഇനി ഇതൊന്നും നടക്കില്ല, നീ വീട്ടിൽ പോയി അവിടെ പോയി കിടന്നുറങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ അവിടേക്ക് നടന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ അമ്മേൻ്റെ കയ്യിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. ആ ടൈമിൽ എനിക്കൊരുപാട് ആഗ്രഹമായിരുന്നു അവിടെ കിടന്നുറങ്ങാൻ, കാരണം അതെൻ്റെ റൂമായിരുന്നല്ലോ. പിന്നെ അതുകൂടാതെ എൻ്റെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. ഇനിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോകണം, അതാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് മെനക്കേടാണ്. അപ്പോൾ എനിക്ക് ചെറിയ ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ സ്മിതച്ചിയുടെ മുഖം കാണുമ്പോൾ അത് അത്ര ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് എൻ്റെ മനസ്സ് വിചാരിച്ചു. സ്മിത ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ച് ഞാൻ നേരെ കട്ടിലിൽ പോയി കിടന്നു. ആ ഒരു സമയത്തായിരുന്നു ഞാൻ മൂടിപ്പറിച്ചും കിടന്നത്. പെട്ടെന്ന് ആരോ ഒരാൾ എൻ്റെ റൂമിൻ്റെ വാതിൽ തുറക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു. അതാരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചതുമില്ല. ചിലപ്പോൾ എൻ്റെ ചേച്ചിയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അമ്മയായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ആരോ ഒരാൾ കയറി വരുന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, സ്മിത ചേച്ചി തന്നെയായിരുന്നു. സ്മിത ചേച്ചി പെട്ടെന്ന് എൻ്റെ തോളിൽ തട്ടി വിളിച്ചു, എടാ നീ കഴിക്കാൻ പറ്റുന്നില്ലേ, നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, നേരെ കയറി കിടന്നല്ലേ എന്ന് സ്മിത ചേച്ചി ഒരു ശകാരത്തോടെ ഒരു ദേഷ്യത്തോടെ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. വാ, നമുക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം, നീ വെറുതെ ഇങ്ങനെ അത്താഴ ഭക്ഷണവും കാര്യങ്ങളും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ തള്ളി വിളിച്ചു. അങ്ങനെ ഞാൻ സ്മിത ചേച്ചിക്കൊപ്പം അവിടേക്ക് നടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചപ്പാത്തിയും ചോറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ സമയത്തേ കഴിച്ചത് തന്നെയാണ്. ഇനി കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ കഴിച്ചിട്ടാണെങ്കിൽ കിടക്കണം. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സ്മിത ചേച്ചിയും മാത്രം ബാക്കിയായി. ബാക്കി എല്ലാവരും കഴിച്ചിട്ട് നേരെ കട്ടിലേക്ക് കയറി കിടന്നു. ആ സമയത്ത് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ചെറിയ മൂളൽ പോലെയുള്ള സംസാരമാണെങ്കിലും സ്മിത ചേച്ചിയുടെ ആ ഒരു കാര്യങ്ങൾ കേട്ടിരിക്കാൻ പ്രത്യേക ഭംഗിയും പിന്നെ ആ ഒരു ചന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നാലോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അത് വേണോ ഈ രാത്രിയിൽ, ചേച്ചിക്ക് ഇതെന്താ രാത്രിയാവുന്ന സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണം എന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി എന്നെ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, പിന്നെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണല്ലോ, പിന്നെ നടത്താൻ ആരോഗ്യത്തിന് നല്ലതാടാ കുട്ടാ, നീ കൂടെ വന്നേ എന്ന് പറഞ്ഞ് ചേച്ചി വീണ്ടും വീണ്ടും എന്നെ തള്ളി വിളിച്ചു.
അങ്ങനെ ഞാനും ജനിച്ചേച്ചിയും കൂടെ പുറത്തിറങ്ങി ആ ഒരു മുറ്റത്തോട് നടക്കാൻ തുടങ്ങി. ആ സമയത്ത് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സൂപ്പർ, ഇവിടെ ആരും ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇടാറില്ല. പിന്നെ ഇതൊരു ഗ്രാമപ്രദേശമല്ലേ ചേച്ചി, അതുകൊണ്ട് തന്നെ പുറത്തുള്ളവരിടുന്ന ആ ഒരു ഡ്രസ്സൊന്നും ഇടാറില്ല. ഒരു പക്ഷേ ചേച്ചി കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചേച്ചി അവിടെ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞത്. അത് എനിക്കപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്ന സമയത്ത് സ്മിത ചേച്ചി പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഇത്ര ചിരിക്കാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി എന്നെ പറഞ്ഞു, അല്ല നിന്റെ നീയും പിന്നെ നിന്റെ നാട്ടുകാരും, അതൊക്കെ ഞാൻ ആലോചിച്ച് ചിരിച്ചു പോയതാ. എല്ലാവരും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ, അധികം ഒരു കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ ആരും അത്ര മോഡേൺ ആയിട്ടുമില്ല, അതേ കണക്കൊരു ലൈഫാണ്. ഞാൻ നിന്റെ ചേച്ചിയെ കണ്ട സമയത്ത് തന്നെ എനിക്കങ്ങനെ തോന്നിയിരുന്നു. ആളും അത്യാവശ്യം നാടനാണ്, നാട് വീട് അങ്ങനെയുള്ള കാര്യങ്ങൾ, പക്ഷേ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടൂടാ. പിന്നെ അത് മാത്രമല്ലല്ലോ, നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളും അതെല്ലാം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കുറച്ചുകൂടെ പുരോഗമനം വരാനുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് ജനിച്ചേച്ചി പറഞ്ഞു നിർത്തി. ചേച്ചി ഇപ്പം 12 മണി കഴിഞ്ഞ കേട്ടോ, നമ്മളിപ്പം മുറ്റത്തിറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് കിടന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയും. പെട്ടെന്ന് എന്നെ ഒന്ന് നോക്കിയിട്ട് ചേച്ചി എന്തൊക്കെയൊന്ന് പെറുപിറുത്തു. എന്താ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു ചേച്ചി? ഇല്ല എൻ്റെ കുട്ടാ, നിന്റെ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. നിന്റെയൊക്കെ പ്രായത്തിലെ പിള്ളേരുണ്ടല്ലോ, ആ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ബൈക്കും എടുത്ത് കറങ്ങി നടക്കുകയാണ്. അപ്പം നീ ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്കെന്തോ വിഷമം തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു ചിരിയും വരുന്നുണ്ട് കേട്ടോ. സ്മിത ചേച്ചി ബാംഗ്ലൂരിലും കാര്യങ്ങളൊക്കെ അങ്ങനെ നിന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ അടുത്ത് ഈ ഒരു സമയത്താണ് നമ്മുടെ ടൗണിലെ ആ ഒരു കോളേജിൽ വന്ന് അഡ്മിഷൻ എടുത്തതും പിന്നെ അവിടെ എല്ലാം ജോലിയും കാര്യങ്ങളും എല്ലാം റെഡിയായി അവിടെ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതും. അതുകൊണ്ടാണ് ജനി ചേച്ചിയും എൻ്റെ ചേച്ചിയായിട്ട് പരിചയം. എന്നാൽ പിന്നെ നമുക്ക് കിടക്കാം, അല്ലാതെ നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും വായിരിക്കുന്ന ഞാനെന്തിനാ കേൾക്കുന്നേ എന്ന് സ്മിത ചേച്ചി പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി. സ്മിത ചേച്ചിയുടെ റൂമിലേക്ക് പോകുമ്പോൾ എന്നെ നോക്കിയിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു. ആ സമയത്ത് ഞാനും ഗുഡ് നൈറ്റ് പറയുമ്പോൾ ചേച്ചി എന്നെ നോക്കിയിട്ട് ഒന്ന് ആക്കിയിട്ട് കയറിപ്പോയി. ആ സമയത്ത് ഞാൻ പതുക്കെ എൻ്റെ മുറിയിലേക്ക് ചെന്നു. സമയം അപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല മൂത്രശങ്ക, പുറത്തു പോകാനാണെന്നുണ്ടെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉണ്ട്. കാരണം ഞാനങ്ങനെ പുറത്ത് അധികം രാത്രി അങ്ങനെ ഇറങ്ങിയിട്ടില്ല. പണ്ട് തൊട്ടേ വീട്ടിൽ അറ്റാച്ച്ഡ് റൂമിൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പുതുമയൊന്നും അങ്ങനെ പരിചയമില്ല. അങ്ങനെ ഞാൻ പതുക്കെ എഴുന്നേറ്റ് സ്മിത ചേച്ചി കിടക്കുന്ന റൂമിൻ്റെ വാതിൽ മേലെ തുറന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സ്മിത ചേച്ചി ഉറങ്ങുവാണെന്ന് ഞാൻ വിചാരിച്ചു. പതുക്കെ ആ തുറങ്ങുന്ന ശേഷം ഒന്നും അനക്കമില്ലാത്ത രീതിയിൽ ഞാൻ അകത്തേക്ക് കയറി. അപ്പം തന്നെ ഞാൻ മനസ്സ് വിചാരിച്ചിരുന്നു, എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഇറങ്ങണം, വെറുതെ സ്മിത ചേച്ചിക്ക് ബുദ്ധിമുട്ടാക്കണ്ട, അത് ചിലപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഇഷ്ടവും ആവില്ല. അതും ഈ ഒരു സമയത്ത് രാത്രിയിൽ എൻ്റെ റൂമാണെങ്കിൽ ശരി തന്നെ, സ്മിത ചേച്ചി അവിടെ കിടന്ന് ഉറങ്ങല്ലേ, അപ്പോൾ ഞാൻ അവിടെ പോയി ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയാണെങ്കിലും വീട്ടിലാണെങ്കിലും അത്രയും പെട്ടെന്ന് ദഹിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ ബാത്റൂമിലേക്ക് കയറി. അങ്ങനെ ലൈറ്റ് ഇട്ടുകൊണ്ട് ബാത്റൂമിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കിടന്നുറങ്ങിയ സ്മിത ചേച്ചി ആ കട്ടിൽ എഴുന്നേറ്റിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. എന്താ സ്മിത ചേച്ചി, എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഞാൻ സ്മിത ചേച്ചിയുടെ അടുക്കളേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. ചേച്ചി കാലം മുഴുവൻ ആ ഒരു പുതപ്പെടുത്ത് മൂടി എന്നെ നോക്കി ഇങ്ങനെ കിടക്കുന്ന കണക്ക്, ചെറുതായിട്ട് കട്ടിലിൻ്റെ ആ ഒരു ചാരി നിൽക്കുന്ന കണക്ക് ആ രീതിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് സ്മിത ചേച്ചി പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല, എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരുന്ന് കിടന്നുപോയി. അങ്ങനെ ആ ഒരു രീതിയിൽ പറയുന്ന സമയത്ത് ഞാൻ സ്മിത ചേച്ചിയുടെ അടുത്തേക്ക് കുറച്ച് കൂടി ചെന്നു. ആ നിമിഷം തന്നെ സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കാവോ എന്ന് ചോദിച്ച് എന്നെ കയ്യിൽ പിടിച്ച് ആ ഒരു കട്ടിലേക്ക് ഇരുത്തി. ആ സമയത്ത് ഞാൻ സ്മിത ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇപ്പം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, ഞാനെന്ന് പോട്ടെ, നീ കുറച്ചു നേരം ഇരിക്കേണ്ട കുട്ടാ എന്ന് പറഞ്ഞ് എനിക്ക് അത്രയും വയ്യാഞ്ഞിട്ടല്ലേ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാൻ സ്മിത ചേച്ചി, ഞാൻ അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു.
എനിക്ക് ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലായി. സ്മിത ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കണം. രാത്രിയിലാണെങ്കിലും എന്തിൻ്റെയൊക്കെയോ ആ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആ മുഖത്ത് നന്നായിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ സ്മിത ചേച്ചിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ചേച്ചിക്ക് എന്തൊക്കെയോ പറയാനുള്ള ആ ഒരു വികൃതി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു രാത്രിയിൽ സ്മിത ചേച്ചി എന്നോടായി പറഞ്ഞു, എടാ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അത് കുറേ ഡീപ്പായിട്ടുള്ള റിലേഷനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്മിത ചേച്ചി ആ കണ്ണുകൾ നിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സമാധാനിപ്പിക്കാനായി ഞാൻ അടുത്തു ചെന്നിരുന്നു. ശേഷം ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അതൊരിക്കലും എനിക്ക് മറന്നു കളയാൻ പറ്റുന്നില്ല. നിന്നോട് പറഞ്ഞിട്ട് അത് നിന്നോട് എനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിന്നെ ഈ രാത്രി ഞാനിവിടെ പിടിച്ചിരുത്തിയത്. അപ്പം തന്നെ ഞാൻ സ്മിത ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി മറന്നു കളയേണ്ട റിലേഷനാണെങ്കിൽ അത് മറന്നു കളയുന്ന വേണം, അല്ലാതെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പെട്ടെന്ന് ചേച്ചി എൻ്റെ അടുത്ത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എടാ അത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള റിലേഷനായിരുന്നു, അതൊരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഡീപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി തലയാട്ടി. അതെ, സ്മിത ചേച്ചി മുന്നേ പഠിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പഠിത്തവും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും മറന്നു കളയാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ ചേച്ചിയൊന്ന് കളിയാക്കി പറഞ്ഞു, ഇപ്പോൾ ഈ റിലേഷനൊക്കെ ആയിട്ട് ഇത്രയും മോങ്ങുന്ന ആളാണോ? എന്നെ നേരത്തെ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലോ, അതുണ്ടാവണം ഇതുണ്ടാവണം, അതിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവസാനം വന്നിരിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്കും പ്രചോദനം തന്നത് എന്ന് സ്മിത ചേച്ചിയോട് ചോദിക്കുന്ന സമയത്ത് സ്മിത ചേച്ചി എന്നെ പറഞ്ഞു, എടാ ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷേ മനുഷ്യനായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം, അല്ലാതെ നീ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു, ഇതെന്താ ഇങ്ങനെയെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ സ്മിത ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ഈ ഒരു ലൈഫായിട്ട് എൻജോയ് ചെയ്യാൻ നോക്കുക. പിന്നെ എന്നെപ്പോലെയൊക്കെയുള്ള ഒരാൾ ഇങ്ങനെ ചേച്ചിയുടെ അടുത്തേക്ക് വരും, അപ്പം ആളുമായിട്ട് പ്രേമിക്കുക, അത്രയൊക്കെയല്ലേ നല്ലതായിട്ട് പറയാൻ പറ്റൂ എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ചേച്ചീനെ പറഞ്ഞു, നീ ആൾ കൊള്ളാം, ഒരു മൈൻഡ് മാറ്റാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ട് കേട്ടോ എന്ന് സ്മിത ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ സ്മിത ചേച്ചി എൻ്റെ കൈ പിടിച്ചവിടെത്തി. ശേഷം എന്നോട് പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്യൂ, നിനക്ക് എന്നോട് കുറച്ചു നേരം കൂടി സംസാരിച്ചൂടെ, ഇവിടെ ഇരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ എന്നെ നല്ലൊരു സംശയമാണ്, പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ചേച്ചി പൂള് വെച്ച് കൊടുക്കും, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്നൊക്കെ പറയുമ്പോൾ സ്മിത ചേച്ചി എന്നെ വിടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും വരട്ടെ, ഇനി എന്ത് വന്നാലും ഞാൻ തന്നെ സംസാരിച്ചോളാം അവരോട് എന്ന് പറഞ്ഞ് സ്മിത ചേച്ചി എന്നെ അവിടെ പിടിച്ചിരുത്തിയുണ്ടായി. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ സ്മിത ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇത് കയ്യാങ്കളിയാണ് കേട്ടോ എന്നെ ഇങ്ങനെ പിടിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ സ്മിത ചേച്ചി എന്നെ അവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് വീണ്ടും സംസാരം തുടങ്ങി. എടാ കുട്ടാപ്പി, നിനക്കിന്ന് ഇവിടെയും കിടന്നാൽ പോരായിരുന്നോ, നീ ഇതിന് അപ്പുറത്ത് പോയി കിടന്നേ എന്ന് സ്മിത ചേച്ചി ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നെ ചേച്ചി, അപ്പുറത്തോടെ കിടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൈ ആണ്, ആൾക്കാണെങ്കിൽ എന്നെ തീരെ വിശ്വാസമില്ല, പിന്നെ എന്നെ ഇവിടെ പിടിച്ച് കിടത്തത്തുമില്ല, പിന്നെ ചേച്ചി ഒരു മോഡൽ ലുക്കൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ചേച്ചി ചന്തം കൂടുതലാണ്, അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സ്മിത ചേച്ചി ആ സമയത്ത് വാപൊത്തി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അറിയാതെ തന്നെ സ്മിത ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ കിടന്ന് ചിരിക്കല്ലേ, അവർ ഓടിക്കൂടും എന്ന് പറഞ്ഞ് ചേച്ചിയുടെ അടുത്ത് പറയുമ്പോൾ ചേച്ചി ഒന്നുകൂടെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് ഇരുന്നതിന് ശേഷം ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചേച്ചി വെറുതെ എനിക്ക് പണി ഉണ്ടാക്കി തരില്ലേ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ച് ഞാൻ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ച് ആ ഒരു കട്ടിലേക്ക് അങ്ങനെ തലപൊത്തി വീണു. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, പോയി കിടന്നുറങ്ങിക്കോ, നിനക്ക് നല്ല ഉറക്ക ക്ഷീണമുള്ള കണക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, രാത്രിയിലാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങത്തില്ല, പിന്നെ പകലിച്ചിരി നേരത്തെ കുറച്ചുകൂടി കിടന്നുറങ്ങും, അത് മാത്രമേ നടക്കത്തുള്ളൂ കേട്ടോ എന്ന് സ്മിത ചേച്ചീൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചിക്ക് അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാം കേട്ടോ, പിന്നെ എന്ത് റിസ്ക് ആണെങ്കിലും നമ്മൾ ഒരുമിച്ചെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ സ്മിത ചേച്ചിയോട് പറയുമ്പോൾ നിൻ്റെ കൂടെ എന്തിനും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് തോള് തട്ടിപ്പന്നെ പറഞ്ഞു.
അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സ്മിത ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഏ, അവിടെ ആ ഒരു കട്ടിൽ കുറച്ച് സമയം കൂടി ഇരിക്കാൻ. കാരണം സ്മിത ചേച്ചിക്ക് ഒരുപാട് ആനന്ദവും സന്തോഷവും എൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അത് കിട്ടുന്നുണ്ട് എന്ന് തന്നെ എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ സംസാരങ്ങൾ അതുപോലെ തന്നെയാണല്ലോ. കൂടുതലൊന്നും സംസാരിക്കില്ല. സംസാരിച്ചാൽ അത് നല്ല കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. അത് എൻ്റെ ഒരു ശീലം തന്നെയാണ്. അത് സ്മിത ചേച്ചിയും മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ കട്ടിലിൽ പോയി ഒന്ന് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ശേഷം എഴുന്നേൽക്കുമ്പോൾ രാവിലെ ആയിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് ഞാൻ പുറത്തേക്ക് ചെല്ലുമ്പോൾ സ്മിത ചേച്ചി എൻ്റെ ചേച്ചിയൊപ്പം ആ ഒരു മുറ്റത്ത് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ എൻ്റെ ചേച്ചി മുറ്റമടിച്ചുകൊണ്ടിരുന്നത്. ആ ടൈമിൽ ആ ഒരു അടിച്ചു വരുന്ന എല്ലാം വാരാനും പിടിക്കാനും ഒക്കെ ആയിട്ട് സ്മിത ചേച്ചി തന്നെയായിരുന്നു മുന്നിൽ. അപ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത്. അപ്പോൾ തന്നെ സ്മിത ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സ്മിത ചേച്ചിയുടെ ചന്തം കൂടിയതുപോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്താ നേരത്തെ എഴുന്നേറ്റോ എന്ന് പറയുമ്പോൾ, ആ ചിരി നേരത്തെ എഴുന്നേറ്റടാ. പിന്നെ നിന്റെ അമ്മ ഒന്ന് തട്ടി വിളിച്ചു. അപ്പോൾ തന്നെ എഴുന്നേക്കാൻ തോന്നി. വെറുതെ മറ്റൊരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നത്തില്ലല്ലോ എന്ന് പറഞ്ഞ് സ്മിത ചേച്ചി എടുത്ത് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എനിക്കാണെന്നുണ്ടെങ്കിൽ തട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എഴുന്നേറ്റില്ല കേട്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പെട്ടെന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഞാൻ നിന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തല്ലേ, സോറി കേട്ടോ, ഇനി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഞാൻ സ്മിത ചേച്ചിയുടെ അടുത്തേക്ക് കൂടുതൽ എടുത്തിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ചേച്ചിക്ക് ഒരുപാട് അടുത്തത് കൊണ്ടല്ലേ എന്നെ ആ സമയത്ത് വിളിക്കാനൊക്കെ തോന്നിയത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇന്നലെ ഇരുന്ന് സംസാരിക്കാൻ തോന്നിയത്. അത് അങ്ങനെ ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചേച്ചി ഇങ്ങനെ ചിന്തിക്കണ്ട. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ എന്ന് ഞാൻ സ്മിത ചേച്ചിയോട് കണ്ണിൽ നോക്കി പറഞ്ഞു. പെട്ടെന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ആരും കേൾക്കാതെ, എടാ മറ്റാരോടും പറയണ്ട, നമുക്കിന്നൊരു സ്ഥലം വരെ പോവാം. എനിക്കൊരുപാട് ആഗ്രഹമുള്ള സ്ഥലമാണ്, നീ മാത്രം വന്നാൽ മതി, അവരെ ആരെയും കൊണ്ടുപോകുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്കും ഒരു അതിശയം പോലെ തോന്നി. എവിടേക്കാണ് സ്മിത ചേച്ചി ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്? ഇനി ആ പാറമട വല്ലതാണോ, അതോ കായലാണോ, വേറെ ഇനി കടലാണോ? അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ചേർന്ന സ്ഥലം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. പെട്ടെന്ന് ഞാൻ സ്മിത ചേച്ചി അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും ചോദിച്ചു, എവിടേക്കാ ചേച്ചി പോകണ്ടേ, എൻ്റെ അടുത്തൊന്ന് പറയോ എന്ന് ചോദിക്കുമ്പോൾ സ്മിത ചേച്ചി തന്നെ പറഞ്ഞു, അങ്ങനെ അതൊന്നും പറയാൻ പറ്റില്ല, എല്ലാം സസ്പെൻസ് തന്നെ, നീ പറഞ്ഞ മാത്രം കേട്ടാൽ മതി. ഞാൻ വിളിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വരിക, പിന്നെ എൻജോയ് ചെയ്ത് പോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്നെയും സ്മിത ചേച്ചിയും അമ്മ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറും എല്ലാം റെഡിയാക്കി ഇട്ടിച്ച് അവിടെ നിന്ന് വിളിക്കുകയാണ് അമ്മച്ചി. അപ്പോൾ ഞാൻ അവിടേക്ക് ചെന്നു. ആ സമയത്ത് എൻ്റെ കൂടെ സ്മിത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് എൻ്റെ ചേച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ഞാനൊരിക്കലും സ്മിത ചേച്ചിയായിട്ട് കൂടുതൽ അടുക്കുന്നത് ചേച്ചിക്കത് ഇഷ്ടം തോന്നിയിരുന്നില്ല. എന്തോ ഒരു കാര്യം സ്മിത ചേച്ചിക്കും പിന്നെ ചേച്ചിക്കും ഇടയിലുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. ഒരു പക്ഷേ ഇനി സ്മിത ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ സ്മിത ചേച്ചിക്ക് വേറെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ എനിക്ക് തന്നെ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, സ്മിത ചേച്ചിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. അത് ചിലപ്പോൾ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളൊന്നും എൻ്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, അതോ അങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്തുകൊണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ ആ ടൈമിൽ എൻ്റെ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ശേഷം എനിക്ക് സ്മിത ചേച്ചിക്കും ഇടയിൽ അധികം അങ്ങനെ സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ സംസാരിക്കാൻ പാടുപെട്ടു. ആ ടൈമിൽ തന്നെ ചേച്ചി ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കഴിച്ചിട്ട് എഴുന്നേറ്റു. പതുക്കെ സ്മിത ചേച്ചിയും. ഞാൻ കഴിച്ചിട്ട് കൈ കഴുകാനായി പോകുന്ന സമയത്ത് സ്മിത ചേച്ചി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ എൻ്റെ അടുത്ത് എന്തോ പറയാൻ വരുന്ന പോലെ, എടാ ഇന്ന് ഒരു വൈകുന്നേരം ആവുന്ന സമയത്ത് പോകാം. അപ്പോൾ ഞാൻ സ്മിത ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി നടക്കുമെന്ന് തോന്നുന്നില്ല, എൻ്റെ ചേച്ചിക്ക് എന്തൊക്കെയോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു, അപ്പോൾ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ചേച്ചി. പെട്ടെന്ന് സ്മിത ചേച്ചി എൻ്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, അവളും ആരും അറിയില്ല, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഞാൻ ആ ഒരു സാഹചര്യം പോലെ അന്നേരം പോകാം എന്ന് മാത്രം സ്മിത ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു.
അങ്ങനെ ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഒരു സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ ബൈ.